पवित्र आत्मा पवित्र आत्मा मुझे ले जाओ यीशु के चरणों में। पवित्र आत्मा പ്രഭു യേശു മസീഹ നാം സേ സബ്കോ ജയ് മസീഹ് की യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ദൈവസഭ എന്നുള്ള വിഷയത്തിൽ തുടർമാനമായിട്ട് പഠിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. हम परमेश्वर का वचन से कलीसिया क्या है इस विषय में सीखने के लिए, समझने के लिए परमेश्वर ने हमें सहायता कर रहा है, इसलिए परमेश्वर का धन्यवाद देते हैं. हमने कुछ बातें कलीसिया के विषय में सीखा था कि कलीसिया परमेश्वर का है और कलीसिया पवित्र है. ये परमेश्वर का प्रभु यीशु मसीह का देह है, शरीर है और संत लोगों का झुंड है कलीसिया. प्रभु यीशु मसीह का नहीं तो परमेश्वर का अनुग्रह पाया हुआ लोगों का झुंड है, जिसका नाम स्वर्ग में लिखा गया उनका झुंड है कलीसिया. और परमेश्वर का भवन है, घर है, परिवार है कलीसिया. और कलीसिया परमेश्वर से स्थापित है और परमेश्वर से बढ़ता है. कलीसिया प्रार्थना का जगह है, आराधना का जगह है और आत्मिक उन्नति का जगह है. इतनी बातें सीखने के लिए परमेश्वर ने हमें सहायता किया है. സഭ എന്നത് ദൈവത്തിൻ്റെതാണ്, വിശുദ്ധമാണ്, വിശുദ്ധരുടെ കൂട്ടമാണ്, യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ്, ദൈവ കൃപ ലഭിച്ചവരുടെ കൂട്ടമാണ്, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്നവരുടെ കൂട്ടമാണ്, ദൈവത്തിൻ്റെ ഭവനമാണ്, ദൈവത്താൽ സ്ഥാപിതമാണ്, ദൈവത്താൽ വളർത്തപ്പെടുന്നതാണ്, പ്രാർത്ഥനാലയമാണ്, ആരാധിപ്പാനുള്ള സ്ഥലമാണ്, ആത്മിക വർധന പ്രാപിപ്പാനുള്ള സ്ഥലമാണ്. ഇത്രയും കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് മനസ്സിലാക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. അതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തുടർന്ന് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ ഉദ്ദേശിക്കുന്നത് സഭ എന്ന് പറയുന്നത് സ്പിരിച്വൽ എഡിഫിക്കേഷൻ, ആത്മിക അഭിവൃദ്ധി പ്രാപിക്കുന്ന സ്ഥലമാണ് എന്നുള്ളതിൽ ഒരു ഭാഗം നമ്മൾ ചിന്തിച്ചു. ദൈവവചനത്താൽ സഭയിൽ ആത്മിക വർധന ഉണ്ടാകുന്നു. परमेश्वर का भवन कलीसिया आत्मिक उन्नति पाने का जगह है करके हमने पिछले दिनों में सीख रहा था. उसमें एक बात हमने सीखा है कि वचन के द्वारा आत्मिक उन्नति हम पाते हैं. दूसरी बात उस विषय में आज हम सीखेंगे, आत्मिक वरदान के द्वारा हमें आत्मिक उन्नति पाना है. രണ്ടാമത്തെ കാര്യം, ആ വിഷയത്തിൽ ആത്മിക വർധനയുള്ള ബന്ധത്തിൽ നാം പഠിക്കുന്നത് സ്പിരിച്വൽ ഗിഫ്റ്റ് മുഖേന, ആത്മിക വരങ്ങൾ മൂലം നാം ആത്മിക വർധന പ്രാപിക്കണമെന്നുള്ളതാണ്. आत्मिक वरदानों के द्वारा हमें आत्मिक उन्नति पाना है. उसका जगह है कलीसिया. तो कलीसिया में क्या होना चाहिए? कलीसिया में आत्मिक वरदानों का इस्तेमाल होना चाहिए. ഹല്ലേലൂയ. സഭ എന്ന് പറയുന്നിടത്ത് ആത്മിക വരങ്ങളുടെ, കൃപാവരങ്ങളുടെ ഉപയോഗം ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള സ്ഥലമാണ് സഭ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളായിരിക്കുന്ന സഭ, ചർച്ച്, അവിടെ ആത്മിക കൃപാവരങ്ങൾ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ? എന്താണ് ആത്മിക കൃപാവരങ്ങൾ എന്ന് പറഞ്ഞാൽ? आत्मिक वरदान क्या होता है? देखिए, कुरिन्थियों का पहला कुरिन्थी उसका 12वीं अध्याय 7 से लेके हम पढ़ेंगे तो, पहला और 7 से लेकर हम पढ़ेंगे तो उसमें आत्मिक वरदान क्या है वो
വഹാ പെ കഹാ ഹെ. ആത്മീക കൃപാവരങ്ങൾ എന്തെന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിലുണ്ട്. അതിന്റെ 1-ാം വാക്യവും തുടർന്ന് 7 മുതലുള്ള വാക്യങ്ങളും നമുക്ക് നോക്കാം. 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, സഹോദരന്മാരെ, ആത്മീക വരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. पहले आयत में लिखा है, हे भाइयों, मैं नहीं चाहता कि तुम आत्मिक वरदानों के विषय में अज्ञात रहो. ज्ञानी होना चाहिए. आत्मिक वरदानों के बारे में हम सबको ज्ञान होना चाहिए. क्या होता है? 7 से लेकर पढ़िए. वहां पे लिखा है, किंतु सबके लाभ पहुंचाने के लिए हर एक को आत्मा का प्रकाश दिया जाता है. എല്ലാവർക്കും അല്ലെങ്കിൽ ഓരോരുത്തരും ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായിട്ട് നൽകപ്പെടുന്നു. ആത്മിക കൃപാവരങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? പൊതുപ്രയോജനത്തിന് വേണ്ടി നൽകപ്പെടുന്നു. സഭയിൽ ആത്മിക കൃപാവരങ്ങൾ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. എന്തെല്ലാമാണ് ആത്മിക കൃപാവരങ്ങൾ? താഴോട്ട് പറയുന്നുണ്ട്. ഒരുത്തന് ആത്മാവിലെ ജ്ഞാനത്തിന്റെ വചനവും, മറ്റൊരുത്തന് പരിജ്ഞാനത്തിന്റെ വചനവും, വേറൊരുത്തന് വിശ്വാസം, വേറൊരുത്തന് രോഗശാന്തികളുടെ വരം, പിന്നെ വീര്യപ്രവൃത്തികൾ, പ്രവചനം, ആത്മാക്കളുടെ വിവേചനം, പലവിധ ഭാഷകളുടെ വ്യാഖ്യാനം. ഇങ്ങനെ ആത്മാവ്, പരിശുദ്ധാത്മാവ് താൻ ഇച്ഛിക്കുന്നത് പോലെ ഓരോരുത്തന് പകുത്തു കൊടുക്കുന്നതാണ് ആത്മിക കൃപാവരങ്ങൾ. आत्मिक वरदान क्या होता है? 8 से लेके देखिए. एक को आत्मा के द्वारा, पवित्र आत्मा के द्वारा बुद्धि की बातें, दूसरे को ज्ञान की बातें और विश्वास, चंगा करने का वरदान और शक्ति का, सामर्थ्य का आत्मा, किसी को भविष्यवाणी का आत्मा, किसी को आत्माओं की परख, किसी को अनेक प्रकार की भाषा, किसी को भाषाओं का अर्थ बताना. इस तरह की वरदान पवित्र आत्मा से दिया जाता है. हालेलुया. यहां पे 12 बहुत वरदानों के बारे में इस अध्याय में लिखा है. खास तौर करके 9 तरह का वरदानों के बारे में यहां पे लिखा है. इससे पहली 2 जो होता है वजन के ऊपर है, वो हमने पिछले दिनों में पढ़ा था. वजन के द्वारा जो सिखाता है लोगों को आत्मिक उन्नति पाने के लिए, दिलाने के लिए, उनको उस तरह का दोनों वरदान दिया जाता है. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച പ്രകാരം ഇതിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ 2 കൃപാവരങ്ങൾ ദൈവവചനം പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി നൽകപ്പെടുന്നതാണ്. ദൈവവചനം പഠിപ്പിക്കുന്ന അപ്പോസ്തലന്മാരെ വചനം പഠിപ്പിക്കുന്നു, അതുപോലെ തന്നെ ഉപദേശകന്മാര് വചനം പഠിപ്പിക്കുന്നു. ഇങ്ങനെ അവർക്ക് ദൈവം ദാനം ചെയ്തിരിക്കുന്ന കൃപാവരങ്ങളാണ് ആദ്യം പറഞ്ഞിരിക്കുന്ന ജ്ഞാനത്തിന്റെ വചനവും പരിജ്ഞാനത്തിന്റെ വചനവും. തുടർന്നുള്ള കൃപാവരങ്ങൾ ആത്മീക കൃപാവരങ്ങളാണ്. അത് സഭയിൽ ഓരോരുത്തരുടെയും ആത്മിക വർധനവിന് വേണ്ടി പരിശുദ്ധാത്മാവിനാൽ വിവിധ വ്യക്തികൾക്ക് നൽകിയിരിക്കുന്നതാണ്. यहां पे देखिए, पहली आयत में देखिए, आत्मिक वरदानों के विषय में तुम अज्ञात न रहो. ഹല്ലേലൂയ. നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. ആത്മീക വരങ്ങൾ അത് നമ്മൾ തിരിച്ചറിയണം. കാരണം അത് വളരെ ആവശ്യമാണ്. സഭയ്ക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്നതാണ്. സഭയുടെ ഉന്നമനത്തിന്, വ്യക്തികളുടെ ആത്മീക വർധനവിന് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന കൃപാവരങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് 14-ാം അധ്യായത്തിലേക്ക് ഒന്ന് നോക്കാം. आइए हम उसका 14 अध्याय में आएंगे. वहां पे देखिए उसका 12 आयत 12ാമത്തെ വാക്യം നോക്കിയേ. നിങ്ങളും ആത്മിക വരങ്ങളെ കുറിച്ച് വാഞ്ചയുള്ളവരാകയാൽ സഭയുടെ ആത്മിക വർധനയ്ക്കായി സഫലന്മാരാകുവാൻ ശ്രമിക്കുവിൻ. 1ാമത്തെ വാക്യം, ആത്മിക വരങ്ങളും
വിശേഷാൽ പ്രവചനവരവും വാഞ്ചിക്കുവിൻ. ഹല്ലേലൂയ. ഇനി അതിന്റെ 26, 31 വാക്യങ്ങളോട് നോക്കാം. അതിന്റെ അവസാന വാക്യം, സകലവും ആത്മിക വർധനയ്ക്കായിട്ട് ഉതകട്ടെ. 31, അങ്ങനെ എല്ലാവരും പഠിക്കുവാനും എല്ലാവർക്കും പ്രബോധനം ലഭിക്കുവാനുമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തനായി പ്രവചിക്കാമല്ലോ. ഇതിന്റെ എല്ലാം ഉദ്ദേശമെന്ന് പറയുന്നത് എല്ലാവർക്കും പഠിക്കണം, എല്ലാവർക്കും പ്രബോധനം ഉണ്ടാകണം. അപ്പോൾ സഭയിൽ കടന്നു വരുന്നവരെ പഠിക്കുവാനും പ്രബോധനം പ്രാപിക്കുവാനും വേണ്ടിയിട്ടാണ് സഭയിൽ ആത്മിക കൃപാവരങ്ങൾ ദൈവം ദാനം ചെയ്തിരിക്കുന്നത്. आत्मिक वरदान किस लिए दिए जाता है, यहाँ पे लिखा है 14 अध्याय का पहली आयत में देखिए, वहां पे लिखा है आत्मिक वरदानों के भी धुन में रहो, विशेष करके भविष्यवाणी करो. और उसका 12 आयत देखिए, इसलिए तुम भी जब आत्मिक वरदानों की धुन में हो तो ऐसा प्रयत्न करो कि तुम्हारे वरदानों की उन्नति से कलीसिया की उन्नति हो. हालेलुया. खाली हमारा नहीं, कलीसिया का भी, बाकी लोगों का भी, चर्च के बाकी मेंबर्स का भी उन्नति के लिए, आत्मिक उन्नति के लिए हमें उत्सुक होना चाहिए. നമ്മുടെ മാത്രമല്ല, സഭയിലുള്ള ഓരോരുത്തരുടെയും ആത്മിക വർധനവിന് വേണ്ടി നാം പ്രയോജനമുള്ളവരായി തീരണം. അതിനുവേണ്ടി നമുക്കൊരാഗ്രഹം ഉണ്ടാകണം. അതിനുവേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. ആമേൻ. വിശേഷാൽ പ്രവചനവരത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. എന്തുകൊണ്ട് പ്രവചനവരത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം? കാരണം അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മിക വർധന വരുത്തുന്നു, പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മിക വർധന വരുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. यहाँ पे लिखा है, हम 12 आयत में ये पढ़ा, खाली तुम्हारा आत्मिक उन्नति के लिए नहीं बल्कि पूरी कलीसिया की उन्नति के लिए तुम्हें प्रयत्न करना है. पूरी कलीसिया का आत्मिक उन्नति के लिए हमें सहयोग देना है. कैसे हो सकता है? उसमें लिखिए 4 आयत 4 में देखिए, वहां पे ये लिखा है, अन्य भाषा में बात करता है वो अपनी ही उन्नति करता है. अगर मैं अन्य भाषा में बात करूं, प्रभु परमेश्वर से बात करूं, तो मेरी आत्मिक उन्नति होती है उसमें, दूसरों का नहीं. लेकिन यहां पे लिखा है, परंतु जो भविष्यवाणी करता है वो कलीसिया की उन्नति करता है. इसलिए वहां पे कहता है भविष्यवाणी के लिए प्रार्थना करो. प्रभु तुम्हें भविष्यवाणी की आत्मा से भरने के लिए, वो आत्मिक वरदान देने के लिए परमेश्वर से प्रार्थना करे. हालेलुया. നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. എനിക്ക് പ്രവചനവരം വേണം, എല്ലാ വരങ്ങളും എനിക്ക് വേണമെന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. വിശേഷാൽ പ്രവചനവരത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. കാരണം മറ്റ് പല വരങ്ങളും നമ്മുടെ മാത്രം ആത്മീക അഭിവൃദ്ധിക്ക് വേണ്ടി കാരണമാകുമ്പോൾ പ്രവചനവരം എന്നുള്ളത് മറ്റുള്ളവരുടെ, സഭയുടെ ഓരോരുത്തരുടെയും ഓരോ അംഗത്തിന്റെയും ആത്മീക വർധനവിന് കാരണമായി തീരുന്നു. അതുകൊണ്ട് പ്രവചനവരത്തിന് വേണ്ടി നാം പ്രത്യേകം പ്രാർത്ഥിക്കണം. സഭയിൽ പ്രവാചകന്മാർ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. ദർശനങ്ങൾ കാണുന്നവർ സഭയിൽ എഴുന്നേൽക്കണം. ഒരു സഭ എന്ന് പറയുന്നത് അതിൽ തന്നെ സമ്പൂർണ്ണമാകണം. പ്രവാചകന്മാരുണ്ടായിരിക്കണം, ഉപദേശകന്മാരുണ്ടായിരിക്കണം, ഇടയനുണ്ടായിരിക്കണം, സുവിശേഷകന്മാർ സഭയിൽ നിന്ന് എഴുന്നേൽക്കണം. നമ്മുടെ പുത്രിപുത്രന്മാര് പ്രവചിക്കണം. നമ്മുടെ വൃദ്ധമാര് സ്വപ്നങ്ങൾ, ദർശനങ്ങൾ കാണണം. നമ്മുടെ യൗവനക്കാര് ദർശനങ്ങൾ കാണണം. അത് യോവേൽ പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. അത് ഈ നൂറ്റാണ്ടുകളിൽ, ഈ സമയത്ത്, ഈ കാലയളവിൽ നമ്മുടെ സഭകളിൽ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. യോവേൽ കാ ഭവിഷ്യവാണി में जो लिखा है उसी प्रकार हमारे बुजुर्ग लोग स्वप्न देखना चाहिए. हमारा युवक लोग हमें आत्मिक दर्शन पाना चाहिए. और हमारे कलीसिया के अंदर से भविष्यवाणी के लिए परमेश्वर हमें कुछ लोगों को अपनी आत्मा से भरकर उस भविष्यवाणी का वरदान देना चाहिए. हालेलुया. ताकि कलीसिया आत्मिक बढ़ोतरी पाए. നമ്മുടെ സഭ, ഓരോ സഭയും ആത്മിക വർധന പ്രാപിക്കണമെങ്കിൽ കൃപാവരങ്ങൾ ഉപയോഗിക്കപ്പെടണം. പ്രത്യേകാൽ പ്രവചനവരം എന്ന കൃപാവരം ഉപയോഗിക്കപ്പെടണം. നാം വായിക്കുന്നുണ്ട്, ശീലാസ്, യൂദ എന്നിവർ
ആദിമസഭയിൽ അവർ പ്രവാചകന്മാരായിരുന്നു. അവർ സഭയ്ക്ക് ആത്മീക വർധന വരുത്തി എന്ന അപ്പോസ്തല പ്രവൃത്തികളിൽ നാം വായിക്കുന്നുണ്ട്. प्रेरितों के काम में हम पढ़ते हैं सिलास और यूदा वो दोनों भविष्यवक्ता थे. वो कलीसिया की आत्मिक उन्नति करने के लिए वो यरूशलेम से उनको भेजा गया था करके हम वहां पे पढ़ते हैं. और दूसरे एक व्यक्ति है अगबोस. हालेलुया. അഗബോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ആ വ്യക്തി ആമേൻ ഹല്ലേലൂയ യെരൂശലേം സഭയിൽ നിന്ന് കടന്നു വന്നിട്ട് ആമേൻ ഹല്ലേലൂയ അന്ത്യോക്യയിലും മറ്റ് സഭകളിലും പോയിട്ട് അനേകർക്ക് ആത്മിക വർധന വരുത്തുന്ന പ്രവചനങ്ങൾ നൽകുവാനിടയായി തീർന്നു. ചില പ്രവാചകന്മാര് ആമേൻ ദൈവം അയക്കുന്നത് നമ്മുടെ കുറുവശങ്ങളെ വെളിപ്പെടുത്തുവാൻ. നാഥാൻ പ്രവാചകനെ ദൈവം ദാവീദിന് മുമ്പേ അയച്ചതിന് വേണ്ടിയിട്ടായിരുന്നു, അവന്റെ കുറുവശം വെളിപ്പെടുത്തി കൊടുക്കുവാൻ. അവനൊരു ശുദ്ധീകരണവും യഥാസ്ഥാപനവും ഉണ്ടാകുവാൻ വേണ്ടി നാഥാൻ എന്ന പ്രവാചകനെ ആമേൻ ദൈവം ദാവീദിന്റെ അടുക്കിലേക്ക് അയക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. अनेक तरह के भविष्यवक्ता के बारे में हम वचन में पढ़ते हैं. अगबोस नाम करके एक व्यक्ति था. वो यरूशलेम सभा से कलीसिया से जाकर के विभिन्न कलीसियाओं में जाकर के लोगों को आत्मिक उन्नति पाने के लिए हमें परमेश्वर से भविष्यवाणी किया. और दाऊद के समय में हम देखते हैं, शमूएल के पुस्तक में हम पढ़ते हैं कि नाथान करके एक भविष्यवक्ता था. उनको परमेश्वर ने दाऊद के पास भेजा और उनकी कमी घटी को दिखाया और उनको आमीन परमेश्वर के सामने आकर घुटना ठीक करके आमीन शुद्ध होने के लिए वो भविष्यवक्ता के द्वारा, भविष्यवाणी के द्वारा परमेश्वर ने उन्हें उत्सुक किया करके हम शमूएल के पुस्तक में पढ़ते हैं. ऐसे बहुत सारा जगह पे भविष्यवाणी के द्वारा परमेश्वर के जन का आत्मिक उन्नति होते हैं करके परमेश्वर का वचन में हम पढ़ सकते हैं, देख सकते हैं. ദൈവത്തിന്റെ വചനത്തിന് അനേക സ്ഥലങ്ങളിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. ദൈവവചനത്തിന്റെ അമൻ പ്രവചനത്താൽ, പ്രവാചകരിലൂടെ, പ്രവാചകിമാരിലൂടെ അമൻ ദൈവം നമ്മോട് സംസാരിച്ച് നമ്മെ ഒരുക്കുന്നു, യഥാസ്ഥാനപ്പെടുത്തുന്നു, ആത്മിക വർധന പ്രാപിപ്പാൻ നമ്മെ സഹായിക്കുന്നു. ഫിലിപ്പോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് പ്രവചിക്കുന്ന 4 കന്യകമാരുണ്ടായിരുന്നു എന്ന് വചനത്തിൽ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പൗലോസിനോട് അവർ പ്രവചിച്ചു. അഗബോസ് പൗലോസിനോട് പ്രവചിച്ചു. സഭ പൗലോസിനോട് പറഞ്ഞു, നീ ഇപ്പോൾ യെരൂശലേമിലേക്ക് പോകരുത്, നിന്നെ അവിടെ ബന്ധിക്കും, നിന്നെ അവർ പിടിച്ചുകൊണ്ടുപോകും, നിന്റെ ശുശ്രൂഷ സമാപിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ പൗലോസ് അത് കേട്ടില്ല. പൗലോസ് അത് വകവയ്ക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് കടന്നു പോകുവാനിടയായി തീർന്നു. हम देख सकते हैं फिलिपोस करके एक व्यक्ति था, उनका 4 कन्याएं थे, वो भविष्यवाणी देते थे. वो पौलुस से कहा था कि यरूशलेम में नहीं जाना अभी. अगबोस करके एक भविष्यवक्ता था, वो भी पौलुस से कहा था, तुम ये जो इस व्यक्ति अगर यरूशलेम जाएगा तो वहां पे वो बंदी हो जाएगा करके भविष्यवाणी दिया था. लेकिन पौलुस प्रभु परमेश्वर पर आश्रय होकर के वो यरूशलेम में चला गया. जैसे भविष्यवाणी हुआ था उसी प्रकार उसको वहां पे बांधा गया और बंदी होकर के वो वहां से रोम में जा रहा था. ചില പ്രവചനങ്ങള് ദൈവം നമുക്ക് നൽകുന്നത്, വരുവാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മോട് പറയുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടിയിട്ടാണ്. നാം അത് സ്വീകരിക്കണം. പൗലോസ് അത് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല വിഷയം. എന്റെ അഭിപ്രായത്തിൽ പൗലോസ് ചെയ്തത് തെറ്റാണ്. കാരണം പൗലോസിനെ കുറിച്ച് ദൈവം അനേക ശുശ്രൂഷകൾ പദ്ധതിയിട്ടതാണ്. യെരൂശലേമിലേക്ക് പോയാൽ നിന്നെ ബന്ധിക്കും, നിന്നെ ഒരു തടവുകാരനാക്കും, നിന്റെ ശുശ്രൂഷ മറുപടിയായി നിവർത്തിക്കുവാൻ, ഞാൻ ഏൽപ്പിച്ച ശുശ്രൂഷ നിനക്ക് നിവർത്തിപ്പാൻ അതൊരു തടസ്സമായി തീരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു. പൗലോസ് അത് കേട്ടില്ല, വകവച്ചില്ല. എന്നെ ദൈവം കാത്തോളം സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ പൗലോസ് പോയി. അതുകൊണ്ട് പൗലോസിന്റെ ശുശ്രൂഷ അധികം നാൾ തുടർന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പിന്നെ തന്നെ റോമിലേക്ക് കൊണ്ടുപോകുന്നു, അവിടെ ജയിലിലടയ്ക്കുന്നു, അവിടെ ചില ശുശ്രൂഷകൾ ചെയ്തു എന്നുള്ള വാസ്തവമാണ്. പക്ഷെ അധികം നാൾ പൗലോസിന് ശുശ്രൂഷയിൽ മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവം പലപ്പോഴും നമ്മോട് സംസാരിക്കുന്നത്, പ്രവചനങ്ങൾ നമുക്ക് നൽകുന്നത് നമ്മെ ഉറപ്പിക്കുവാൻ, നമ്മെ ബലപ്പെടുത്തുവാൻ, ദൈവത്തിൽ ആശ്രയിക്കുവാൻ, ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഇതേ പൗലോസിനെ ദമസ്കോസിൽ വെച്ച് അവിടെ പിടിക്കുമെന്നുള്ള, അവിടെ രാജാവ് തന്നെ ബന്ധിക്കുമെന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ താൻ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണുന്നുണ്ട്.
അവിടെ ഒരു കൊട്ടയിൽ പൗലോസിനെ മറച്ചു വെച്ചിട്ട് ആ ദമസ്കോസിൽ നിന്ന് പൗലോസിനെ പുറത്തു പോകുവാൻ ശിഷ്യന്മാരെ സഹായിച്ചു. അവിടെ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന പൗലോസിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പല സമയങ്ങളിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് അറിയിക്കുന്നത് അല്ലെങ്കിൽ സാഹചര്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചിട്ട് ബുദ്ധിയിൽ പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് ബുദ്ധിയോടെ തന്നിരിക്കുന്നത്. ദൈവത്തിന്റെ ആലോചനയ്ക്കും യോജിച്ച രീതിയിലായിരിക്കണം നാം പ്രവർത്തിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. हमें बुद्धि परमेश्वर ने दिया है और परमेश्वर का वचन भी हमें दिया है और परमेश्वर के दासों के द्वारा भविष्यवाणी भी कभी कभी देते हैं, इसलिए कि हम परमेश्वर के हित में रहने के लिए बुद्धि का भी इस्तेमाल करना चाहिए, लेकिन परमेश्वर का हित के बाहर नहीं होना चाहिए, परमेश्वर की इच्छा के बाहर नहीं होना चाहिए, പരമേശ്വർ കെ ഇച്ഛ കെ അന്തരീ ഹോനാ ചാഹിയെ. ദൈവത്തിന്റെ ഹിതത്തിനുള്ളിൽ തന്നെ ആയിരിക്കണം നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചാലും നാം നിൽക്കേണ്ടത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. സഭയുടെ ആത്മീക വർധനവിന് വേണ്ടിയിട്ടാണ് കർത്താവ് നമുക്കത് നൽകുന്ന. ദൈവത്തിന്റെ സ്തോത്രം. അതിന്റെ 4-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. जो 14 का 4 देखिए, जो अलग अलग भाषा में बात करते हैं वो उसको अपने आप को आत्मिक बढ़ोतरी देते हैं. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീക വർധന വരുത്തുന്നു. അവൻ തന്നോടും ദൈവത്തോടും സംസാരിക്കുകയാണ്. ചില വാക്കുകൾ ചില പ്രാർത്ഥനകൾ നമുക്ക് അറിയാൻ മേലാത്തത് പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് അന്യഭാഷകളിൽ പ്രാർത്ഥിപ്പാൻ നമ്മെ സഹായിക്കും. ചില കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥിപ്പാൻ അറിയത്തില്ല എന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അവിടെ വേണ്ട പോലെ പ്രാർത്ഥിപ്പാൻ നമുക്കറിയത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്നു. വിവിധ ഭാഷകൾ, നമ്മൾ അറിയാത്ത ഭാഷകളിൽ നാം ദൈവത്തോട് സംസാരിക്കും. ചിലപ്പോൾ അത് പ്രാർത്ഥനയായിരിക്കും, ചിലപ്പോൾ അവർ ദൈവത്തെ സ്തുതിക്കുന്നതായിരിക്കും. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ആദ്യമായിട്ട് പെന്തിക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ജനത്തിന്റെ മേൽ പകർന്നപ്പോൾ അവർ വിവിധ ഭാഷകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തിന്റെ വൻകാര്യങ്ങൾ പ്രസ്താവിക്കുന്നത് അവിടെ കടന്നു വന്നവർ കേട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. हालेलुया. जो व्यक्ति अन्य भाषा में अलग अलग भाषा में बात करते हैं वो खुद से और परमेश्वर से बात करता है. कभी कभी अन्य भाषा में वो परमेश्वर से प्रार्थना करते हैं, क्योंकि ठीक तरीके से प्रार्थना करना हमें आता नहीं है. इसलिए रोमियों का 8 में हम पढ़ते हैं, पवित्र आत्मा हमारी सहायता करता है अन्य भाषा में प्रार्थना करने के लिए. हालेलुया. और खाली प्रार्थना नहीं होता है अन्य भाषा में, परमेश्वर की धन्यवाद होते हैं, परमेश्वर का नाम की महिमा भी करते हैं. यहाँ पे प्रेरितों के काम 2 अध्याय में हम वहां पे पढ़ सकते हैं, जब पेंतिकोस्त का दिन लोग जो प्रार्थना कर रहे थे, 120 के करीब लोग प्रार्थना कर रहे थे और परमेश्वर के वायदा के लिए इंतजार कर रहे थे. वहां पे जब पवित्र आत्मा सबके ऊपर आया, सब लोग परमेश्वर की आत्मा में भरपूर होकर के क्या बोल रहा था, अन्य अन्य भाषा में वो बात कर रहा था. हालेलुया. क्या बोल रहा था? हालेलुया. वो 11 में देखिए, वो अन्य अन्य भाषा में परमेश्वर के बड़े बड़े कामों की चर्चा कर रहे थे. എന്താ അവർ പറഞ്ഞത്? അവർ നമ്മുടെ ഭാഷകളിൽ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് നാം കേൾക്കുന്നുവല്ലോ. ഹല്ലേലൂയ. അന്യഭാഷ അവിടെ കടന്നു വന്നവരുടെ മാനസാന്തരത്തിനും രൂപാന്തരത്തിനും കാരണമായി തീർന്നു. ഹല്ലേലൂയ. वहां पे जब लोग पेंतिकोस्त के दिन में पवित्र आत्मा में भरपूरी होकर के विविध भाषा में, अन्य भाषा में बात कर रहा था, उस समय क्या हुआ? 3000 लोगों को मन फिराव के लिए 3000 लोग अपने पापों को कबूल करके बपतिस्मा लेकर के कलीसिया का अंग बनने के लिए कारण हुआ. हालेलुया. वो पवित्र आत्मा में भरपूर होकर के 120 लोग जब हमें अन्य अन्य भाषा में परमेश्वर के नाम की महिमा कर रहे थे, तो 3000 करीब के लोग उसी दिन कलीसिया का अंग बन गया. हालेलुया.
നോക്കിക്കേ, 120ഓളം പേര് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകളിൽ സംസാരിച്ചപ്പോൾ അവർ മറ്റൊന്നും ചെയ്തില്ല. ഹല്ലേലൂയ. അവരെങ്ങും പോയില്ല. അവർ ദൈവത്തിന്റെ കൽപ്പനയനുസരിച്ച് ദൈവിക വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ പരിശുദ്ധാത്മാ നിറവിൽ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. അവിടെ ദൈവം 3000 പേരെ അയച്ചു അവരുടെ മധ്യത്തിൽ. ആ കടന്നു വന്നവര് അന്യഭാഷ കേട്ടിട്ട് അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അവർ ദൈവത്തിന്റെ വചനം കേട്ടു. ഹല്ലേലൂയ. അവർ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട സഭയോട് ചേർന്നു. അന്ന് സഭയുരുവായി. ഹല്ലേലൂയ. അന്യഭാഷ 3000 പേരുടെ മാനസാന്തരത്തിന് ഒരു ദിവസം കാരണമായെങ്കിൽ അന്യഭാഷയ്ക്ക് പ്രാധാന്യമുണ്ടോ? ഹല്ലേലൂയ. ഇന്നും അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നാം പോകുന്ന സഭകളിൽ അന്യഭാഷയിലൂടെ ആരാധനയുണ്ടോ? ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ശ്രദ്ധിക്കുക, നമുക്കൊരു വ്യത്യാസം ആവശ്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അന്യഭാഷയിൽ സംസാരിക്കണം. അന്യഭാഷയിൽ സംസാരിക്കുന്നത് വിലക്കരുത് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പല കൊരിന്തി 14 देखिए 1 കൊരിന്ത്യർ 14:39. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രവചനവനും വാഞ്ചിക്കുവേൻ, അന്യഭാഷകളിൽ സംസാരിക്കുന്നത് വിലക്കുകയും അരുത്. സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ. അന്യഭാഷയിൽ സംസാരിക്കുന്നത് വിലക്കരുത്. സഭയിൽ, വീട്ടിൽ അന്യഭാഷയിൽ സംസാരിപ്പാൻ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. ദൈവത്തോട് നാം സംസാരിക്കുന്നു. ചിലരുടെ മനം മാറ്റത്തിന്, ചിലരുടെ ആത്മിക വർധനവിന്, ചിലരുടെ രൂപാന്തരത്തിന് അത് കാരണമായി തീരും. സഭയിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നത് വിലക്കരുത്. സഭയിൽ, ചർച്ചിൽ അന്യഭാഷയിലുള്ള സംസാരം ഉണ്ടായിരിക്കണം. അന്യഭാഷയിൽ പാടുവാനും പ്രാർത്ഥിപ്പാനും കഴിയണം. ഹല്ലേലൂയ. എന്നാൽ അന്യഭാഷകളിലെ വിവേചനവും ആവശ്യമാണ്. അതിനുവേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. अन्य भाषा में, विविध भाषा में प्रार्थना करना है, स्तुति करना है, वो रोकना नहीं है. कलीसिया में अन्य अन्य भाषाएं होना चाहिए. हालेलुया. हे भाइयों, भविष्यवाणी करने की धुन में रहो और अन्य भाषा बोलने से मना ना करो. कलीसिया में अन्य भाषा में बात करना चाहिए. परमेश्वर की स्तुति करना चाहिए. परमेश्वर की महिमा करना चाहिए. हालेलुया. सारी बातें सभ्यता और क्रमानुसार की जाए. ദൈവത്തിന് സ്തോത്രം. हालेलुया. किस लिए वरदान दिए गए हैं? ये वरदानों परमेश्वर के कलीसिया में किस लिए दिए गए हैं? सबकी आत्मिक उन्नति के लिए. എന്തിനാണ് കൃപാവരങ്ങൾ സഭയിൽ ദാനം ചെയ്തിരിക്കുന്നത്? 1 കൊരിന്ത്യർ 12 നാം വായിച്ചു. 9 കൃപാവരങ്ങളും അതിനുശേഷം അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ മറ്റ് കൃപാവരങ്ങളെ സഹായം ചെയ്യാനുള്ള വരം, വിശ്വാസത്തിന്റെ വരം, അഡ്മിനിസ്ട്രേഷന്റെ വരം, ഇതെല്ലാം കൃപാവരങ്ങളിൽ പെട്ടതാണ്. ചിലർക്ക് മാനേജ്മെന്റ് ചെയ്യുവാൻ നല്ല വരമാണ് അഡ്മിനിസ്ട്രേഷൻ. ചിലർക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള വരമുണ്ട്. അവർ ശരീരം കൊണ്ടും എന്ന് പറഞ്ഞാൽ അവരുടെ പ്രയത്നം കൊണ്ടും അതുപോലെ തന്നെ സമ്പത്ത് കൊണ്ടും ഒക്കെ മറ്റുള്ളവരെ സഹായിക്കുവാൻ ഒത്തിരി താല്പര്യമുള്ള ഒത്തിരി പേരുണ്ട്. അത് ദൈവത്തിൽ നിന്ന് വരം ലഭിച്ചവരാണ്. बहुत तरह का वरदान होता है. दूसरों को सहायता करने का वो एक आत्मिक वरदान है. हालेलुया. एडमिनिस्ट्रेशन करना वो एक वरदान है, परमेश्वर से दिया गया है कलीसिया के लिए. उसका भी इस्तेमाल हमें करना चाहिए. एक एक को क्या वरदान मिला है वो हमें परखना है और उसको इस्तेमाल करना है. നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ എന്തെന്ന് നാം തിരിച്ചറിഞ്ഞ് അതിനെ പ്രയോജനപ്പെടുത്തണം. സഭയ്ക്ക് വേണ്ടിയിട്ട്, സഭയുടെ ആത്മീക വർധനവിന് വേണ്ടിയിട്ട്. നമ്മൾ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. എഫേസ്യോं का पत्रिका 4 में आइए. वहां पे साफ तौर से लिखा है ये सब किस लिए दिया गया है. उसका 11 से लेकर देखिए, वहां पे लिखा है हम सबके सब विश्वास, आयत 13, हम सबके विश्वास और परमेश्वर के पुत्र की पहचान में एक ना हो जाए तब तक, और एक सिद्ध मनुष्य ना बन जाए तब तक, और मसीह के पूरे ढील डोल
दिल दूर तक ना बढ़ जाए तब तक हमें आत्मिक वरदानों का इस्तेमाल करना है। हालेलुया। पवित्र लोगों का सिद्ध होने के लिए നാം എല്ലാവരും വിശ്വാസത്തിലും 12-13 വാക്യങ്ങൾ, എഫേസ്യർ 4:12-13, നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുമ്പോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്ക്, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മിക വർധനയ്ക്ക്, ഹല്ലേലൂയ, परमेश्वर का देह का और कलीसिया का आत्मिक उन्नति के लिए सब लोग एक बनना है प्रभु में, तब तक इस्तेमाल होने के लिए ആത്മിക വരദാൻ കലീസിയ പരമേശ്വരനെ ദിയാ ഹെ. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങളെ കുറിച്ച് നമുക്ക് ബോധ്യത ഉണ്ടായിരിക്കണം. അത് മണ്ണിൽ കുഴിച്ചിടുവാനല്ല. യേശുക്രിസ്തു പറഞ്ഞതുപോലെ ഒരുവൻ വിദേശത്ത് പോയപ്പോൾ തൻ്റെ ദാസന്മാരെ വിളിച്ച് അവർക്ക് താലന്തുകൾ കൊടുത്തു. ഒരുവന് 2, ഒരുവൻ 5, ഒരുവൻ 1, വിവിധ തരത്തിലുള്ള താലന്തുകൾ. 1 ലഭിച്ചവൻ അത് കുഴിച്ചിട്ടു എന്ന് നാം വായിക്കുന്നു. മറ്റ് 2 പേരും അതിനെ വ്യാപാരം ചെയ്തു. ഹല്ലേലൂയ. കുറച്ചുകൂടെ താലന്തുകൾ അവർ കരസ്ഥമാക്കി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. तालन के बारे में हम परमेश्वर के वचन में पढ़ते हैं. प्रभु यीशु ने कहा, एक मनुष्य जब विदेश जा रहा था तो अपने दासों को बुला करके उनको उनकी योग्यता के अनुसार टैलेंट दिए. किसी को 1, किसी को 2 ऐसे करके दिए. जिसको 1 मिला वो क्या किया? वो उसको इस्तेमाल नहीं किया. लेकिन बाकी लोग अपने मिले हुए टैलेंट को इस्तेमाल किया और टैलेंट आमीन वो उससे बनाया. प्रभु यीशु कहता है, जब वो मालिक वापस आया तो जिसने अपने दिए हुए मिले हुए टैलेंट को इस्तेमाल किया उसको उसकी हालेलुया उसको सम्मान दिया करके हम पढ़ते हैं. और लेकिन जब एक व्यक्ति जो उसका टैलेंट को इस्तेमाल नहीं किया उसको डांटता है और उसको कहाँ भेजता है? उसको नरक में भेजता है करके हम पढ़ते हैं. നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകൾ, 1 ലഭിച്ചവൻ കുഴിച്ചിട്ടു, അവനെ കർത്താവ് പറയുന്നു യജമാനൻ വന്ന് അവനെ ശാസിച്ചു. മറ്റുള്ളവർ ആ താലന്ത് കൊണ്ട് അതവർ ഉപയോഗിച്ചു, പ്രയോജനപ്പെടുത്തി. ചിലർക്ക് ഉപയോഗപ്രദമായി തീരുവാൻ അവരത് ഉപയോഗിച്ചു. അതുകൊണ്ട് യജമാനൻ മടങ്ങി വന്നപ്പോൾ അവരെ പ്രശംസിപ്പാനിടയായി തീർന്നു. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. ഹല്ലേലൂയ. ഇന്ന് ദൈവം നമുക്ക് തന്നിരിക്കുന്ന താലന്തുകളെ നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ മാത്രമല്ല സഭയുടെ ആത്മിക വർധനയ്ക്ക് വേണ്ടി സഫലന്മാരാകുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മെ വിളിക്കുന്ന പേര് മറ്റൊന്നായിരിക്കും. എന്നാൽ എന്താണ് നമ്മെ കർത്താവ് വിളിക്കേണ്ടത്? നാം കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് തന്ന താലന്തുകളെ നാം ഉപയോഗിച്ചിട്ട് മറ്റുള്ളവർക്ക് ആത്മിക വർധന പ്രാപിപ്പാൻ, സഭയ്ക്ക് പ്രയോജനകരമായി തീരുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നമ്മുടെ കർത്താവ് വരുമ്പോൾ, നാം കർത്താവിനെ കാണുമ്പോൾ അവൻ നമ്മോട് ഇങ്ങനെ പറയുവാൻ ഇടയായി തീരും, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ദാസിയെ. ഹല്ലേലൂയ. ആ വിളി നമുക്ക് കേൾക്കണ്ടേ? അതോ താലന്ത് കുഴിച്ചിട്ടവനെ പോലെ ശാസന കേൾക്കുവാനാണോ നാം ആഗ്രഹിക്കുന്നത്? നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, എന്റെ താലന്തുകളെ തിരിച്ചറിയുവാൻ എന്നെ സഹായിക്കണമേ. എന്റെ താലന്തുകളെ വ്യാപാരം ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. ഞാൻ എനിക്ക് മാത്രമല്ല, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയ്ക്കും ആത്മിക വർധനവിന് കാരണമായി തീരുവാൻ, ചിലരുടെ ഒരുക്കത്തിന്, ചിലരുടെ മാനസാന്തരത്തിന്, ചിലരുടെ മടങ്ങിവരവിന്, ചിലരുടെ ആത്മിക അഭിവൃദ്ധിക്ക് കാരണമായി തീരുവാൻ എന്നെ ഉപയോഗിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. हालेलुया. प्रभु परमेश्वर जब हमें देखेगा तो क्या बोलेंगे? हालेलुया. अच्छा दास करके बुलाएंगे. हालेलुया. वफादार करके हमें बुलाएंगे या हमारी निंदा करेंगे? जो हमें दिया हुआ तालंत वो समझ करके इस्तेमाल करने के लिए, खाली हमारा नहीं, कलीसिया का भी आत्मिक उन्नति के लिए, कुछ लोगों का आत्मिक बढ़ोतरी के लिए इस्तेमाल करने के लिए हमें उत्सुक होना है. उसके लिए हम प्रभु से प्रार्थना करें, प्रभु हमारा सहायता करेगा.
तो कलीसिया क्या है? आत्मिक उन्नति पाने का जगह है। हम सब प्रभु यीशु में एक होने तक ആത്മിക ഉന്നതി പാനേക്ക ജഗ ഹെ. സഭ എന്താണ്? ചർച്ച എന്ന് പറയുന്നത് എന്താണ്? ആത്മിക വർധന പ്രാപിക്കേണ്ട സ്ഥലമാണ്. എങ്ങനെ? കൃപാവരങ്ങളുടെ ഉപയോഗം മൂലം ആത്മിക വർധന പ്രാപിക്കണം. അതിന് ദൈവം നമുക്ക് കൃപാവരങ്ങൾ ദാനം ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഉപയോഗിക്കാം. അതിനുവേണ്ടി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. हमें प्रभु परमेश्वर ने आत्मिक वरदान दिया है, वो पता करके समझ करके इस्तेमाल करके एक अच्छे वफादार इंसान बनने के लिए, दूसरों की आत्मिक उन्नति के लिए, उत्सुक होने के लिए हमें सहायता करने के लिए आप परमेश्वर से प्रार्थना करें. इस वचन के द्वारा प्रभु आप सबको आशीष करें. पवित्र आत्मा, पवित्र आत्मा, मुझे ले जाओ यीशु के चरण